പശ്ചിമേഷ്യ വീണ്ടും യുദ്ധകളാവാൻ പോവുക. പശ്ചിമേഷ്യയിൽ ഇനി അതിഘോരമായിട്ടുള്ള യുദ്ധത്തിന് കോപ്പ് കൂട്ടുകയാണ് അമേരിക്ക ഇസ്രായേലും കൂടിയിട്ട്. ഇറാൻ ഒരു കാരണവശാലും കീഴടങ്ങണില്ല എന്ന് പറഞ്ഞിട്ട് ഈ ലോകത്തിനെ മുഴുവൻ ഇവർ തെറ്റിദ്ധരിപ്പിച്ചിരിക്കുക. ഇതിന് ശരിയായിട്ട് ഉൾവശം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇറാൻ എങ്ങനെ കീഴടങ്ങണം. ഏതെങ്കിലും ഒരു കാര്യം ഇറാൻ പറഞ്ഞതായിട്ടുള്ള ഏതെങ്കിലും ഒരു കാര്യം അമേരിക്ക ഇസ്രായേൽ സമ്മതിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിനെ മാറ്റി നിർത്തിക്കൊണ്ട് അമേരിക്ക ഇറാനും മാത്രമായിട്ടാണ് ഇപ്പോൾ ഒരു ഡീല് അല്ലെങ്കിൽ സമാധാന ചർച്ചകൾ നടക്കണത്. എന്തുകൊണ്ടാണ് ഇസ്രായേലിൽ പങ്കെടുക്കാത്തത്? ഇസ്രായേലിൻ്റെ വലതുപക്ഷ ചിന്താഗതിക്കാർ, അതായത് ഇസ്രായേലിൻ്റെ തീവ്ര ഗ്രൂപ്പ്, അതായത് അവർ ഡീപ്പ് സ്റ്റേറ്റ്, യഹൂദൻ്റെ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് നിങ്ങൾ വിചാരിച്ച മാതിരി ഒരു ലോകത്തെ കീഴ്മേൽ മറയ്ക്കാനായിട്ടുള്ള സാമ്പത്തിക ശക്തി, ആയുധ ശക്തിയുള്ള രാജ്യം കൂട്ടരാണ് ഈ യഹൂദ ഡീപ്പ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവർ ഒന്നുകിൽ ഇറാൻ നശിക്കണം അല്ലെങ്കിൽ ഇസ്രായേൽ നശിക്കണം. ഈ ലെവലിലേക്ക് തന്നെയാണ് ഈ യുദ്ധത്തിൻ്റെ പോക്ക് കൊണ്ടുപോകുന്നത്. ഇറാന് വ്യക്തമായിട്ട് അറിയാം, ഇനി അമേരിക്കയായിട്ട് ഒരു സമാധാന ചർച്ച വന്ന് അവരൊരു സമാധാന ഉടമ്പടിയിൽ ഒപ്പിട്ട് കഴിഞ്ഞാലും ഒരിക്കലും ഇസ്രായേൽ യുദ്ധം നിർത്തുന്നില്ല. ഇസ്രായേലിൻ്റെ ആ ദുഷ്ടകരങ്ങൾ എവിടം വരെയൊക്കെ പിടിമുറുക്കും എന്നുള്ളതൊക്കെ ഇറാന് വളരെ ബോധ്യമുണ്ട്. ഇറാനെ നശിപ്പിക്കുക, ഇറാനെ ഭൂമുഖത്ത് നിന്ന് മാറ്റുക. ഇറാൻ ഇസ്രായേലിന് അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് സംഭവിക്കാൻ പോകുന്നത്, ഇസ്രായേലാണ് അത് ചെയ്യാൻ പോകുന്നത്. ഇവരുടെ വലതുപക്ഷ തീവ്ര രാഷ്ട്രീയം ഉണ്ടല്ലോ, ഈ ലോകത്തിന് തന്നെ നാശമായിക്കൊണ്ടിരിക്കുകയാണ്. ലോകത്ത് മനസ്സിലാക്കണില്ല എന്ന് മാത്രം. ഇനിയിപ്പോൾ അമേരിക്ക ഇറാനായിട്ടൊരു സമാധാന ചർച്ച വന്നാൽ തന്നെ ഇസ്രായേൽ ഇത് അംഗീകരിക്കും തോന്നുന്നുണ്ടോ? ഇപ്പോൾ ലെബണിൽ കയറിയിട്ട് നിങ്ങൾ ബെയ്റൂട്ട് ആക്രമിക്കരുത് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് ശക്തമായിട്ടുള്ള താക്കീത് കൊടുത്ത ട്രംപ് ചെയ്യാൻ. എന്നിട്ട് എന്തുണ്ടായി? ഇസ്രായേൽ അത് വകവെച്ച. ഈ ഇസ്രായേൽ എന്ന് പറയുന്നത് എന്താ പറയുക, ഇത് ഈ ലോകത്തിലേക്ക് വലിയൊരു നാശം കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ ഈ യുദ്ധത്തിൻ്റെ ഒരു പരിസമാപ്തി ഉണ്ടാവുള്ളൂ. ഈ ലോകത്തിൻ്റെ ഈ യുദ്ധം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ നമ്മുടെ അടുക്കളയിൽ വരെ യുദ്ധം കയറി ഇതിൻ്റെ കെടുതി വന്നിരിക്കുക. നമുക്കിവിടെ എണ്ണയുടെ വില അല്ലെങ്കിൽ ഗ്യാസ് കിട്ടാല്ലേ അതിൻ്റെ വിലയൊക്കെ എന്താ പറയുക എത്ര ശതമാനം കയറി പോകണമെന്ന് വിചാരിച്ചാൽ ലോകത്തിൽ ചെറിയ രാജ്യങ്ങളൊക്കെ സാമ്പത്തികമായിട്ട് തകർന്ന് തരിപ്പണായിക്കൊണ്ടിരിക്കുക. ഈ യുദ്ധത്തിൻ്റെ ശരിയായിട്ടുള്ള അർത്ഥം ആരും സംസാരിക്കണില്ല. യഹൂദൻ്റെയോ അല്ലെങ്കിൽ ഇസ്രായേലിൻ്റെയോ അവരുടെ പദ്ധതികളോ അവരുടേതായിട്ടുള്ള നീക്കങ്ങളോ ഒന്നും ലോകത്തിലേക്ക് അവർ മിണ്ടണം കൂടിയില്ല. ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇറാൻ പറയുന്നത് ഞങ്ങൾ ഒരു സമാധാന ചർച്ചയ്ക്കില്ല. അമേരിക്കനെ എത്ര അട്ടിപ്പായിച്ചാലും ട്രംപിൻ്റെ അടുത്ത് ഞങ്ങൾക്ക് പറ്റില്ല യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അയാൾക്ക് വെള്ളിയാഴ്ച ഇല്ലാത്ത കാരണം അയാളെന്താ പറയുക സമാധാനം എന്ന് പറഞ്ഞിട്ട് നടക്കുക. എന്നിട്ട് സമാധാന ചർച്ച തുടങ്ങി കഴിഞ്ഞാൽ അപ്പോൾ ഇറാനിൽ കൊടുന്നിട്ട് അപ്പോൾ ബോംബിട് വരും, എന്നിട്ട് അത് പൊളിക്കും. ഇതൊക്കെ ഒരു നാടകമാണ്. ഇതൊക്കെ ഒരു കാര്യം ഉറപ്പ് തന്നെയാണ്. ഇത്ര തന്നെ ഉള്ളൂ. അമേരിക്കയുടെ ആധിപത്യ ലോകത്ത് നിലനിർത്താനും ഈ പശ്ചിമേഷ്യയിൽ ഇസ്രായേലിനെ മുന്നിൽ നിർത്തിക്കൊണ്ട് അമേരിക്ക അവരാ ആധിപത്യം നിലനിർത്താൻ വേണ്ടിയിട്ട് ഇസ്രായേലിനെ അവിടെ കരുത്താക്കിയിട്ട് സകല GCC രാജ്യങ്ങൾ ഇസ്രായേലിൻ്റെ താഴേക്ക് കൊണ്ടുവന്നിട്ട് ഇസ്രായേൽ എന്ത് പറയണോ അത് മാത്രം കേൾക്കുന്ന ഒരു രൂപത്തിൽ വെറും ഡമ്മി ഗവൺമെൻറ്റാക്കി അവിടുത്തെ പ്രാദേശിക GCC രാജ്യങ്ങളൊക്കെ ആക്കിയെടുക്കാനായിട്ടുള്ള ഒരു തന്ത്രത്തിൻ്റെ ഭാഗം തന്നെയാണ് ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും വലിയൊരു സംഭവമാണ് എണ്ണയമ്മ ബ്രേക്ക് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അതവിടെ സ്റ്റക്കായല്ലോ. ലോകം ചലിക്കില്ല. ലോകം നശിച്ചാൽ ഇപ്പോൾ അവർക്ക് എന്താ? അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ കാര്യങ്ങൾ നടക്കണമെന്ന് മാത്രമേ തന്നെ ഉള്ളൂ. ഈ അമേരിക്കയൊക്കെ എനിക്ക് തോന്നുന്നുണ്ട് പിന്നെയും ഭേദാന്ന് തോന്നുന്നുണ്ട്. ഇതിലിപ്പോൾ ഏറ്റവും എന്താ പറയുക, ലോകം നശിച്ചാലും കുഴപ്പമില്ല, അല്ലെങ്കിൽ ഏത് ലെവലിൽ പോയാലും കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് ഇസ്രായേൽ യഹൂദ ഡീപ്പ് സ്റ്റേറ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. അതെ, അവർ തന്നെയാണ് ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അമേരിക്കരെ പോലും വില വയ്ക്കാതെ, ലോകത്തിൻ്റെ അഭ്യർത്ഥനകൾ മാനിക്കാതെ, അവർക്ക് ബോംബിടാൻ ആളെ കൊല്ലാനൊന്നും അവർക്കൊരു മടിയില്ല. നമ്മുടെ സഹോദരങ്ങൾ GCC രാജ്യങ്ങൾ ജോലി ചെയ്യുന്നവരെ കുറിച്ച് ഓർത്ത് ഭയങ്കര വിഷമമുണ്ട്. അവരൊക്കെ ഇനി എത്ര കുടുംബങ്ങൾ ഇതിൻ്റെ പേരിൽ ജോലിയില്ലാതെ കഷ്ടപ്പെടുന്ന അതൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം. ഇനി എത്ര ആൾ മരിക്കാൻ പോകുന്നു, ഇനിയൊരു യുദ്ധം ഉണ്ടായി കഴിഞ്ഞാൽ എത്ര ആയിരങ്ങൾ മരിച്ചു വീഴും. അങ്ങനെയൊക്കെ ആലോചിക്കുമ്പോൾ ഒരു വിഷമം. പ്രാർത്ഥിക്കുക, നിങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കുക. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെ പ്രാർത്ഥിക്കുന്നത്. ഇത് ആത്മാർത്ഥമായിട്ട് തന്നെ പറയണേ. മനസ്സിലൊരു വിഷമമുണ്ട് കേട്ടോ ഈ ഒരു അവസ്ഥ ഇങ്ങനെ കാണുമ്പോഴേ. ഇനി നമ്മളൊന്ന് ആലോചിക്കുക, നമ്മളൊക്കെ അതുമാതിരി ചെതറി മരിക്കുക ഇങ്ങനെയൊക്കെ സങ്കടം തന്നെയാണ് കേട്ടോ, എളുപ്പമല്ല. അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. യുദ്ധം എങ്ങനെയും പോട്ടെ, ഇത് ലോകനാശത്തിന് വേണ്ടി കച്ച കെട്ടിയവർക്കൊരു മാനസാന്തരം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. നടക്കൊന്നുമില്ല, എന്നാലും നമുക്കൊന്ന് പ്രാർത്ഥിച്ചു നോക്കാം.